ഈഗിൾ ഗെയിമിങ്ങിന്റെ അൻവിന്റെയും കുറിച്ചുള്ള ഒരു കാര്യത്തിൽ അതെനിക്കൊരു കോൺട്രഡിക്ഷൻ സാധനം ഉണ്ടായിരുന്നു. എന്നാലും ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ തന്നെ അവരെല്ലാം ഞാൻ ശരിക്കുള്ള കള്ളനാവുന്നല്ലേ വിചാരിച്ചിട്ടുണ്ടാവുക. അത് ഞാൻ ഇന്നലെയും ഞാനൊക്കെ ആയിട്ട് ഈഗിളിനോട് സംസാരിച്ചിട്ട് എനിക്ക് കുറച്ച് ക്ലാരിറ്റി വന്നിട്ടുണ്ട്. വെറുതെ തെറ്റിദ്ധരിച്ചു. സോ ഐ മൈറ്റ് നോട്ട് ബി പോസ്റ്റിംഗ് അബൌട്ട് ഇറ്റ് ബിക്കോസ് കഴമ്പില്ല അതിനകത്ത്. രണ്ടാമത്തെ കാര്യം, കമ്മിങ് ടു ദ പോയിന്റ് വേർ ഈഗിളിന് അൻവിന്റെ പൈസ മേടിച്ചിട്ടുണ്ട്, അൻവിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന നെറേറ്റീവ് ആൾക്കാർ പുഷ് ചെയ്യുന്നുണ്ട്. വേറെ ആൾക്കാരെ കുറിച്ച് ഇല്ലാത്തത് പറയാന്ന് വെച്ചാൽ മോശമല്ലേ അന്തരേട്ടാ? നീയല്ലോ പറയുന്നത്, ഞാനല്ലേ? ലിറ്ററലി അങ്ങനെ ഒരു സാധനമേ ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാനല്ലല്ലോ പറഞ്ഞത്, നീയല്ലേ? അങ്ങനെ വെറുതെ ഒരു ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയെടുത്ത് അയാളെ ഡിഫെയിം ചെയ്യാൻ നോക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. സോ ഐ മൈറ്റ് നോട്ട് ബി പോസ്റ്റിംഗ് അബൌട്ട് ഇറ്റ് ബിക്കോസ് കഴമ്പില്ല അതിനകത്ത്. പൂര കമ്മിറ്റിക്കാര് പോയി, വെടിക്കിട്ടും കഴിഞ്ഞു. ഇനി ഞാൻ നിക്കണോ അതോ പോണോ സാറേ? എന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നാന്താ പരുന്ത്. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിന്നുള്ളൂ. പാട്ടിട്ടവന് ഞാൻ പാട്ടോട് കൂടി കൊടുത്തോളാം. പാട്ടിട്ടവനെ തെക്കിക്ക് ഞാൻ കൈയോടെ കൊടുത്തോളാം. അവന്റെ എന്താ കൈ പൊങ്ങുന്നില്ലേ? വെറുതെ എന്റെ പടക്കം തീർക്കല്ലേ. സോ സ്നേഹം പറയട്ടെ, സ്നേഹം മാത്രം പറയട്ടെ. തെറ്റ് ചെയ്തവർ മാത്രം ശിക്ഷപ്പെടട്ടെ. എല്ലാ തരത്തിലുള്ള വയലൻസിനെ എതിർക്കുന്ന ഒരാളാണ്. ഒട്ടും വയലൻസ് ഇല്ലാത്തൊരു ലോകം, അതാണ് എന്റെ സ്വപ്നം. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ തെറ്റ് വരെ